ഏറെ സ്നേഹമുള്ളവരെ, വിജയം ആഘോഷിക്കാൻ നാം ഘോഷയാത്രകൾ നടത്തുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനത്തില് തിരുനാളിന് വന്ന വലിയ ജനക്കൂട്ടം യേശു ജെറുസലമിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഈന്തപ്പന കൈകളുമായി സ്വീകരിക്കാൻ പുറപ്പെടുന്നു. അവർ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ, ഇസ്രായേലിന്റെ രാജാവുമായവൻ, വാഴ്ത്തപ്പെട്ടവൻ, ഹോസാന. ഹൊസിയാന എന്ന ഹീബ്രു പദത്തിനർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. മക്കബായരുടെ 2-ാം പുസ്തകം 10-ാം അധ്യായം 7-ാം തിരുവചനത്തില് മനോഹരമായ മരച്ചില്ലകളും ഈന്തപ്പന കൈകളും ഏന്തിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിന്റെ നവീകരണം വിജയിപ്പിച്ച കർത്താവിന് നന്ദി പറയുവാൻ ജനം ഘോഷയാത്ര നടത്തുന്നു. കഴുതപ്പുറത്താണ് യേശു വരുന്നത്, സമാധാന മൃഗം. സാധാരണ രാജാക്കന്മാർ സന്ധി സംഭാഷണത്തിന് കഴുതപ്പുറത്താണ് പോയത്. ദാവീദ് രാജാവ് സോളമനെ അഭിഷേകം ചെയ്യാൻ തന്റെ കഴുതയുടെ പുറത്താണ് അയക്കുന്നത്. എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുന്ന രാജാക്കന്മാർ കുതിരപ്പുറത്ത് പോകുന്നു. എങ്ങോട്ടാണ് ഈ ആത്മീയ രാജാവ് പ്രവേശിക്കുന്നത്? ദേവാലയത്തിലേക്കാണ്. രാജാക്കന്മാരാണെങ്കിൽ കൊട്ടാരത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, കുരുത്തോല സമാധാനത്തിന്റെ, വിശുദ്ധിയുടെ, വിജയത്തിന്റെ ചിഹ്നമാണ്. 3 ഓശാന മുട്ടുകൾ കാണുന്നില്ലേ? കുരിശുമരണത്തോടെ സ്വർഗം തുറക്കുന്ന ഓർമ്മ, ദേവാലയ തിരശീല 2ആയി കീറുന്ന ഓർമ്മ, ഹൃദയം തുറന്ന് ദൈവത്തിന് പ്രവേശിക്കാൻ കഴിയുന്നതിന്റെ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന നമുക്ക് വിശുദ്ധ ദിനമായിരിക്കട്ടെ. കുരിശോല വിശുദ്ധിയുടെ, വിജയത്തിന്റെ, സമാധാനത്തിന്റെ ചിഹ്നമായിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ദൈവത്തിനെ അവിടെ രാജാവായി സ്വീകരിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.